ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പണ്ഡിതനും പ്രസംഗകനും സൂഫി സന്യാസിയുമായിരുന്നു അബ്ദുൽ ഖാദർ ജീലാനി. ഒരിക്കൽ ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു ലേഡി ഡോക്ടർ അവരുടെ മകനെയും കൊണ്ട് ഗുരുവിന്റെ വാസസ്ഥലത്തെത്തി. തന്റെ മകനെ നല്ല സ്വഭാവമുള്ളവനാക്കണം എന്നും നന്മയുടെ വഴിയിലേക്ക് നയിക്കണമെന്നും അവർ ആഗ്രഹിച്ചു. കുറെ കാലം ജീലാനിയുടെ കൂടെ ആശ്രമത്തിൽ താമസിച്ച് നല്ല സ്വഭാവത്തിലേക്ക് പരുവപ്പെടണമെന്നതായിരുന്നു അവരുടെ ആഗ്രഹം. ഗുരുശാന്തമായി അവരുടെ ആഗ്രഹം കേട്ടിട്ട് പറഞ്ഞു, അമ്മേ, ഇവിടെ ആഡംബരങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിലേതുപോലുള്ള സുഖസൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാകില്ല. ഇവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമാണുള്ളത്. അതൊക്കെ സഹിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ മകനെ താമസിപ്പിക്കാൻ പാടുള്ളൂ. ഡോക്ടർ ഗുരുവിന്റെ നിബന്ധനകൾ സമ്മതിച്ചു. മകനെ സൂഫി സന്യാസിയുടെ അടുക്കിൽ ഏൽപ്പിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെ കാണാനായി ആ ഡോക്ടർ വീണ്ടും ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തി. ആശ്രമത്തിൽ അവർ കണ്ട കാഴ്ച അവരുടെ മകൻ ഒരു പൊതുമൂത്രപ്പുര വൃത്തിയാക്കുന്നതായിരുന്നു. ആ കാഴ്ച അവരുടെ ഹൃദയത്തിൽ വലിയ മനോഭാരമുണ്ടാക്കി. സമ്പന്നതയിൽ വളർന്ന മകൻ ഈ ജോലി ചെയ്യുന്നത് കണ്ട് മനസ്സിൽ വലിയ വിഷമം തോന്നി അവർ ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, മറ്റെല്ലാ സാഹചര്യങ്ങളിലും അവൻ്റെ കാര്യത്തിൽ അനുവദിക്കുന്നതിൽ എനിക്ക് തെറ്റില്ല. പക്ഷേ ഈ മൂത്രപ്പുര വൃത്തിയാക്കുന്നതിന് ഞാനൊരു ജോലിക്കാരനെ അവൻ്റെ കൂടെ ഇവിടെ നിർത്തിക്കോട്ടെ. അബ്ദുൽ ഖാദർ ജീലാനി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി, അമ്മേ, നിങ്ങളൊരു ഡോക്ടറല്ലേ? നിങ്ങളുടെ അടുത്ത് സൗഖ്യത്തിനായി വരുന്ന ഒരാൾക്ക് മരുന്ന് കൊടുക്കുന്നത് രോഗിക്കാണോ അതോ കൂടെ വരുന്നയാൾക്കാണോ? ഗുരുവിൻ്റെ വാക്കുകൾ വ്യക്തമായിരുന്നു. മരുന്ന് കൊടുക്കേണ്ടത് രോഗിയായ അവന് തന്നെയാണ്. ആത്മശുദ്ധിക്കുള്ള ചികിത്സ മകനാണ് ചെയ്യേണ്ടതെന്ന തിരിച്ചറിവിൽ ആ അമ്മ അവിടെ നിന്ന് മടങ്ങി. ശരിക്കും എല്ലാത്തരം ശിക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തെ നന്നായി പരുവപ്പെടുത്താനാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും ഹേതുവായിരിക്കുമെന്ന് 1 പത്രോസ് 1:6-7 വാക്യങ്ങളിൽ പറയുന്നു. ജീവിതത്തിൽ കഠിനതരമായ ചില ശിക്ഷണങ്ങൾ നേരിടുമ്പോൾ, ചില പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, ദൈവം എന്നെ കൈവിട്ടു എന്ന് ചിന്തിച്ച് നിരാശപ്പെടാതെ സ്വർണ്ണമഗ്നിയിലൂടെ ശോധന ചെയ്ത് ശുദ്ധമാക്കുന്നത് പോലെ നമ്മെ ശുദ്ധീകരിക്കാനാണ് എന്ന തിരിച്ചറിവിൽ ക്രിസ്തുവിൽ അഭയപ്പെടാം. കാരണം ചില ശിക്ഷണങ്ങൾ നാം ഒറ്റയ്ക്ക് തന്നെ പൂർത്തീകരിക്കണം. ക്രിസ്തു മാത്രമേ കൂട്ടിനുണ്ടാവുകയുള്ളൂ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ആശ്വാസമെന്നെ